നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ കാർബൺ ഫൈബർ ക്യൂബിൻ്റെ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ ഇതിന് തൊട്ടുള്ള പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയറും അതിൻ്റെ സെൻറ്ററും ഓട്ടോമാറ്റിക്കലി നമുക്ക് മാച്ചായി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ സെക്കൻഡ് ലെയറാണ് സോൾവ് ചെയ്യേണ്ടത്. ഈ സെക്കൻഡ് ലെയറിൽ ഇനിയിപ്പോൾ ഉള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോർണറിലുള്ള സെൻറ്ററിൽ സെക്കൻഡ് ലെയറിൽ കോർണറിൽ 1, 2, 3, 4 ഈ 4 പീസുകൾ ഈ ഫിംഗേഴ്സ് വെച്ച 4 പീസുകൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാനുള്ളൂ. ബാക്കി സെൻറ്റേഴ്സും ഒക്കെ ഓൾറെഡി സോൾവാണ്. അപ്പോൾ ഈ 4 പീസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ സോൾവ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ 4 സൈഡിൽ വരേണ്ട പീസുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മൾ യെല്ലോ ടോപ്പാക്കിയിട്ടാട്ടോ വെക്കുന്നത്. കാരണം സോൾവ് ആയത് താഴോട്ടുള്ള രീതിയിൽ അങ്ങനെ താഴത്തെ നിന്ന് സോൾവ് ചെയ്ത് പോകുന്നു, സെക്കൻഡ് പോകുന്നു, തേർഡ് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ലെയർ ഇപ്പം ഞാൻ ഈ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ നമുക്കൊന്ന് സോൾവ്, ഇവിടെ എന്താ ബ്ലൂ ഉണ്ട്, ഈ സൈഡ് മൊത്തം ബ്ലൂ ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സെൻറ്ററിൽ ബ്ലൂ ആണെങ്കിൽ ഈ മൊത്തം ബ്ലൂ ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ എന്താ റെഡ്, ഇവിടെ റെഡ് ആകുമ്പോൾ എന്തായിരിക്കും, ഈ ഏരിയ മൊത്തം റെഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലൂവും ഇവിടെ റെഡും ആകുമ്പം ഈ ഒരു പീസിൻ്റെ കളർ എന്തായിരിക്കും, റെഡ് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു പീസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് റെഡ് ആൻഡ് യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട പീസ് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. റെഡ് ആൻഡ് ബ്ലൂ എന്നറിയുന്ന 2 കളേഴ്സിലുള്ള പീസാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നോക്കാം ആ ഒരു കളർ എവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ മുകളിൽ എവിടെയെങ്കിലും റെഡ് ആൻഡ് ബ്ലൂ ഉണ്ടോ എന്ന് നോക്കുക. അതാ റെഡ് ആൻഡ് ബ്ലൂ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഇതേപടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷനാവും. തിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഒക്കെ ഭയങ്കര കൺഫ്യൂഷനാവും. അപ്പോൾ അതിൽ ബെസ്റ്റ് പരിപാടി, അധികം ചിന്തിക്കാതെ നമ്മൾ ഈസി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഇങ്ങനെയാണ് ഫേസ് ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഈ കളർ ആദ്യം നിങ്ങൾ നോക്കുക. ഏത് നിങ്ങളെ ഫേസായി പിടിച്ച കളർ ഏതാണെന്ന് നോക്കുക. ഇതൊരു ബ്ലൂ, ആ ബ്ലൂ വരുന്ന കളർ ഇവിടെ കൊണ്ടുവരാൻ നോക്കുക. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എവിടെയില്ല, മുകളിൽ എവിടെയില്ല. ഈ 4 സൈഡിലോ വരുള്ളൂ, എവിടെയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് സോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ തിരിച്ച് ഇങ്ങനെ പിടിക്കുക. ഇതിപ്പോൾ റെഡ് പിടിച്ച് അല്ലേ, റെഡ് പിടിച്ചിട്ട് മുകളിൽ റെഡ് വരുന്ന ഏതെങ്കിലും, ഇവിടെ റെഡും ഗ്രീനും ആണ് ഉള്ളത്. അപ്പോൾ അത് പറ്റില്ല. നമുക്ക് റെഡും ബ്ലൂ ആണ് വേണ്ടത്. ഇവിടെ ഇല്ല, ഇതും ഇല്ല. റെഡ് ആൻഡ് ബ്ലൂ നമുക്ക് ഇങ്ങനെ കിട്ടി. റെഡ് ആൻഡ് ബ്ലൂ കിട്ടി. റെഡ് ആയിട്ട് മാച്ചായി, ബ്ലൂ ഈ സൈഡിലേക്ക് പോയത്. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായി, ഈ ഒരു പീസ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആവും. കണ്ടില്ലേ, റെഡ് ആൻഡ് ബ്ലൂ എവിടെ, റെഡ് ആൻഡ് ബ്ലൂ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവും. ഈസി ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പോൾ ഈ ഒരു പീസിനെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഈ സെക്കൻഡ് ലെയറിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പീസിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ടുപോകുന്ന ആ ഒരു മൂവ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം. പിന്നെ മുകളിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളെ ഒരു കോമൺ സെൻസ് ആണ്. ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുവരാം. ഇവിടെ ഒരേ കളറായി മുകളിലുള്ള പീസ് ഇവിടേക്ക് വരണം. ഇവിടേക്ക് വരുമ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്, മുകളിലുള്ള ഇവിടെ ഉള്ളൊരു പീസ് ഇവിടെ വന്ന് വിട്ടു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായി, ഇവിടെ റെഡ് ആൻഡ് ബ്ലൂ സോൾവായി. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ ഭാഗം അങ്ങോട്ട് സോൾവായി. ഇവിടെ ഓട്ടോമാറ്റിക്കലി സോൾവായി ഈ സൈഡ്. ഇപ്പോൾ 2 സൈഡ്, ഇപ്പോൾ ഒന്ന് നമ്മൾ ചെയ്ത സമയത്ത് തന്നെ ഇവിടെയും സോൾവ് ആയി. അങ്ങനെ എപ്പോഴും സംഭവിക്കണം എന്നില്ല. ഇപ്പം നമ്മൾ ഇത് സോൾവ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും സോൾവ് ചെയ്തു. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഇതും ഇവിടെയും അല്ലേ, ഈ 2 പീസുകളൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് ലെയർ സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ, ഇക്വേഷൻ ക്ലിയർ ആയിട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. അത് ഞാൻ മുകളിൽ ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ
ഒന്ന് സ്പീഡ് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇനി നമുക്കുള്ളത് ഇവിടെയും ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ നോക്കുക. മുകളിൽ വേറെ ഒരു ടെക്നിക്ക് കൂടി ഉണ്ട്. നമുക്ക് ഈ യെല്ലോ എന്ന് പറയുന്ന കളർ എപ്പോഴും മുകളിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സോൾവ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ നിലവിൽ സോൾവ് ചെയ്യുന്നത് സൈഡിലാണ്. അപ്പോൾ യെല്ലോ ഒരിക്കലും ഇവിടെ വരില്ല. അപ്പം നമുക്ക് യെല്ലോ ഉള്ള പീസ് നമ്മൾ നോക്കുകയേ വേണ്ട. അപ്പോൾ ഇതിപ്പോൾ യെല്ലോ ഉള്ള പീസാണ്, അത് നോക്കുകയേ വേണ്ട. ഇതേതാ ഓറഞ്ച് ആൻഡ് ഗ്രീൻ. അപ്പോൾ ഈ ഒരു പീസിന് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ്. അപ്പോൾ ഇവിടെ ഫേസിൽ നിൽക്കുന്ന ഓറഞ്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെൻറ്ററുമായിട്ട് കൊണ്ടുപോയി മാച്ച് ചെയ്യിച്ചേക്കുക. ഓറഞ്ചായി മാച്ച്. അപ്പോൾ ഈ ഒരു പീസ് മുകളിലെന്താ ഗ്രീൻ. ഈ ഗ്രീന് ഇടത്തോട്ടോ വലത്തോട്ടോ ആയിരിക്കും പോകേണ്ടി വരിക. വലത്തോട്ടല്ല, കണ്ടോ ബ്ലൂ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നതാണ്. അല്ല, അപ്പോൾ ഇതിന് ലെഫ്റ്റിലേക്കായിരിക്കും. അത് ചെക്ക് ചെയ്യാൻ. ഇവിടെ സെൻറ്ററിൽ ഗ്രീൻ തന്നെയാണ്, ഇവിടെയും സെൻറ്റർ ഓറഞ്ചാണ്. അപ്പോൾ ഈ ഒരു പീസ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു പീസ് ലെഫ്റ്റിലേക്ക് പോകേണ്ട ഇക്വേഷൻ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ആ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ആ ഒരു പീസ് ഈസി ആയിട്ട് നമ്മളെ ബാക്കിയുള്ളതൊന്നും മിസ്സാവാതെ ലെഫ്റ്റിലേക്ക് പോയിക്കോളും. ഇതിപ്പോൾ ചെയ്തപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോർത്ത് പീസ് സോൾവ് ആയില്ല. അത് എപ്പോഴും നടക്കണം എന്നില്ല. ഇത് നേരത്തെ ഒരു ലക്കി ആയിട്ട് നടന്നതാണ്. ഇനി നമുക്ക് ഒരു പീസും കൂടിയാണ് സോൾവ് ചെയ്യണം. സെക്കൻഡ് ലെയറിൽ മാക്സിമം ഇത്രയും ഏരിയ സോൾവ് ആയി. ഇനി ഈ ഒരു പീസാണ് സോൾവ് ആവുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ മുകളിൽ നോക്കുക, യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പീസ്, മീൻസ് സൈഡ് കളറിൽ യെല്ലോ, ഇവിടെ യെല്ലോ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് വേണ്ട. ഇതിലും യെല്ലോ ഉണ്ട്, വേണ്ട. ഇതിലും യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല. ഈ ഒരു പീസിൽ യെല്ലോ ഇല്ല, ഇത് റെഡും ഗ്രീനുമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ ഫേസിൽ വരുന്ന കളറ് സെൻറ്ററുമായിട്ട് കൊണ്ടുപോയി മാച്ച് ചെയ്യിക്കുക. ഇപ്പോൾ ഇത് മാച്ച് ചെയ്യിച്ചു. ഇനി നോക്കുക, ഈ ഒരു പീസ് എങ്ങോട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെ മുകളിലത്തെ കളറ് ഗ്രീനാണ്. ഗ്രീന് ലെഫ്റ്റിലേക്കല്ല പോകേണ്ടത്, റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാനുള്ള ഇക്വേഷൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഇക്വേഷൻ്റെ ഈ സൈഡിലുള്ളത് റൈറ്റ് സൈഡിലുള്ള ഇക്വേഷൻ ചെയ്യുക. അപ്പം അത് മുകളിൽ വന്ന പീസ് ഇവിടെ വന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ലെയർ മൊത്തം നമുക്ക് സോൾവ് ആയി കിട്ടി. കണ്ടോ, ക്യൂബിൻ്റെ സെക്കൻഡ് ലെയർ മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ടോപ്പ് ലെയർ മാത്രമേ ഉള്ളൂ സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അത് ലെഫ്റ്റിലേക്ക്, ടോപ്പ് ലെയറിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തേർഡ് ലെയർ സോൾവ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.